നമുക്ക് പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ച് ടി വിയിൽ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ, അതായത് ചെറിയ കൈക്കുഞ്ഞുമായി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ കൃത്യമായി ചികിത്സ കൊടുക്കാതെ ഉണ്ടാവുന്ന അപകടങ്ങളാണ്. അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാവുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സാധാരണയാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രസവത്തിന് ശേഷം ഒരു 50-60% സ്ത്രീകളിലും ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉത്കണ്ഠ, വിഷാദം, പേടി, സൈക്കോസിസ് എന്നിവ കണ്ടുവരാറുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വിഷാദം തന്നെയാണ്, ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അതായത് പ്രസവശേഷം ആദ്യത്തെ 1-2 ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കുട്ടീനെ നോക്കാനുള്ള ഉഷാറില്ല, എപ്പോഴും സങ്കടം, മൂകത, കുട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു സന്തോഷമൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ചില ആൾക്കാർക്ക് ദേഷ്യം, ആത്മഹത്യാ പ്രവണത, ചിലപ്പോൾ കുട്ടീനെ വരെ ഉപദ്രവിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ച് അല്ലെങ്കിൽ ടി വിയിൽ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ, അതായത് ചെറിയ കൈക്കുഞ്ഞുമായി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ കൃത്യമായി ചികിത്സ കൊടുക്കാതെ ഉണ്ടാവുന്ന അപകടങ്ങളാണ്. അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പ്രസവശേഷം ഉണ്ടാവുന്ന വിഷാദത്തിനെ ശരിക്കും ട്രീറ്റ് ചെയ്യാതെ ഉണ്ടാവുന്ന അപകടങ്ങളാണ്. ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എല്ലാവർക്കും പേടി, തെറ്റിദ്ധാരണ, അതാണ് ഇതിന്റെ മെയിൻ കാരണം. ചില ആൾക്കാർ അത് മതപരമായി കാണും, ചില ആൾക്കാർ ഈ പെൺകുട്ടിയുടെ ഒരു ദോഷമായിട്ട്, കഴിവ് കുറവായിട്ടും പലപ്പോഴും കാണാറുണ്ട്. പെൺകുട്ടിനെ ആയിരിക്കും ചിലപ്പോൾ കുറ്റപ്പെടുത്താം, ഞങ്ങളൊക്കെ കുറെ പ്രസവിച്ചതാണ്, നിനക്കത് നോക്കിക്കൂടെ, ഇതൊക്കെ ഞങ്ങൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല. വിഷാദം വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് എത്രയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഉഷാറാവാനോ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ, കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനോ, ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയില്ല. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതോ അവരുടെ സ്വഭാവ ദൂഷ്യമോ അല്ല, അവരുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന കെമിക്കൽ ഇംബാലൻസ്, ഡോപ്പമിൻ, സെറോട്ടോണിൻ പോലുള്ള രാസപദാർത്ഥങ്ങളുടെ അളവ് താഴെ പോകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീക്ക് പ്രസവശേഷം അവരുടെ ഹോർമോൺ ലെവൽസ്, അതായത് പ്രസവത്തിന് മുന്നേ ഉള്ള അവരുടെ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സ്ത്രീകളിൽ വിഷാദം വളരെ സാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കടം, ഉഷാറുകുറവ്, കുട്ടീനെ നോക്കാൻ ബുദ്ധിമുട്ട്, ആത്മഹത്യാ പ്രവണത, ചിലപ്പോൾ ദേഷ്യം, വിശപ്പ് കുറവ്, ഉറക്കക്കുറവ് എല്ലാം കാണാറുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല വേണ്ടത്. എത്രയും പെട്ടെന്ന് അവരെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം.